ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ ചെറിയൊരു റീപ്പോർട്ടിംഗ് ആണേ. 2 പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യാനുണ്ട് കേട്ടോ. വാങ്ങിച്ചിട്ട് ഞാൻ അതിൽ തന്നെ വെച്ചേക്കുമായിരുന്നു. കുറച്ചും കൂടി ഒന്ന് ബുഷിയായിട്ടൊക്കെ വന്നിട്ട് റീപ്പോർട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അത് ചെയ്യാതിരുന്നത്. പക്ഷേ അതിന് ചെറിയൊരു മഞ്ഞപ്പും വാട്ടമൊക്കെ കണ്ട കാരണം ഞാൻ ഓർത്തു ഇനിയും വെച്ചുകൊണ്ടിരുന്ന ആ ചെടി നശിപ്പിച്ച് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് റീപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പം നമ്മളത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചപ്പം അവർ പോട്ട് മിക്സ് ഒന്നും ഇല്ലാണ്ട് വെറുതെ ചകിരിച്ചോറിൽ മാത്രമായിട്ടാണ് കൊക്കോ പീറ്റ് ഉണ്ടല്ലോ അതിൽ മാത്രമായിട്ടാണ് അത് പോട്ട് ചെയ്തിരിക്കുന്നത്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചോദിച്ചായിരുന്നു അവരോട് നിങ്ങളെങ്ങനെയാണ് പോട്ട് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ചകിരിച്ചോറിൽ മാത്രമായിട്ടാണ് ഞങ്ങൾ പ്ലാന്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിക്കവാറും ലീഫി പ്ലാന്റ്സ് എല്ലാം അവരങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ഇങ്ങനെ ബുഷിയായിട്ടൊന്നും വരാനുള്ള ചാൻസ് കുറവാണ് നമ്മൾ വേഗം റീപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ ഞാനെന്നാൽ അത് റീപ്പോർട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് പോട്ട് മിക്സ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹാങ്ങിങ് ബോട്ടിലാണ് ഇത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൽവർ പോത്തോസ് എന്നും സാറ്റിൻ പോത്തോസ് എന്നും സിൽവർ സാറ്റിൻ പോത്തോസ് എന്നൊക്കെ അറിയപ്പെടുന്ന പോത്തോസാണ് കേട്ടോ. മണി പ്ലാന്റിൻ്റെ അതായത് പോത്തോസിൻ്റെ ഇനത്തിൽപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലീഫാണ് കേട്ടോ. ഒരു ഹാർട്ടിൻ്റെ ഷേപ്പാണ് ഇതിൻ്റെ ലീഫിന്. ഒരു സിൽവർ ഇങ്ങനെ കുത്തു പോലെ വരയുമല്ല കുത്തുമല്ലാത്തൊരു ഷേപ്പാണ് ഇതിന്. അപ്പം ഞാനത് എടുത്തപ്പോൾ തന്നെ അതായത് തൊട്ടപ്പോൾ തന്നെ അതിങ്ങനെ ഊർന്നു പോന്നിട്ടാ. മറ്റേ കൊക്കോപ്പീറ്റ് മാത്രമല്ലേ ഉള്ളൂ. പോട്ട് മിക്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇളകി വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായാനെ. അപ്പോൾ അത് പോട്ട് മിക്സിലേക്ക് ഞാനിങ്ങനെ വെറുതെ വെച്ച് കൊടുത്തു. ഓരോ ലീഫും കട്ട് ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചാൽ ഓരോ ലീഫിൻ്റെ അവിടെയും വേര് കണ്ടില്ല. അപ്പോൾ അത് കാരണം ഞാനത് എടുത്തത് അങ്ങനെ തന്നെ വെക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇനി അതുകൊണ്ട് ഞാൻ അവിടെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ റെക്സ് ബിഗോണിയാണ് ഇത്. ബിഗോണിയുടെ ഇനത്തിൽപ്പെട്ടത് തന്നെ ചെറിയൊരു ഫ്ലവറൊക്കെ ഉണ്ടാവുന്നതാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ടാ. റൗണ്ട് അതായത് ഒരു സർക്കിൾ ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത്. ഒരു ബ്രൗണും ഒരു ഗ്രീനും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഒന്ന് നമ്മൾ പെയിൻറ്റ് ചെയ്തൊക്കെ പോലെ ഒരു മിക്സ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തൊക്കെ പോലെ ഇരിക്കുന്ന ഒരു ലീഫാണ്. നല്ല ഭംഗിയുള്ള ഒരു ലീഫാണ് കേട്ടോ. ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് ഇതിന്. റെക്സ് ബിഗോണിയ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അതുപോലെ പെയിൻറ്റഡ് ലീഫ് ബിഗോണിയ എന്നും ഇത് അറിയപ്പെടാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തണ്ടും കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇതിനും ചെറിയൊരു വെയിൽ കുറവ് കിട്ടുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. 2-3 ഇലയൊക്കെ ചീഞ്ഞിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേറൊരു നല്ലൊരു തണ്ട് നോക്കിയിട്ട് അതിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് അതും കൂടി ഒന്ന് റീപ്പോർട്ട് ചെയ്തിട്ടാ. ഒരു 5 ഇലയുടെ താഴെ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ റീപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു ഇലയും കൂടി ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിടിച്ച് കിട്ടുമോയെന്ന് അറിയില്ല. ബിഗോണിയ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യാറുള്ളതാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്